അണ്ണാ DMKയുമായി സഖ്യത്തിനില്ലെന്നും വ്യാജപ്രചരണം അവഗണിക്കണമെന്നും വിജയിയുടെ തമിഴക വെട്രികഴകം. ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ ലക്ഷ്യമെന്നും വെളിപ്പെടുത്തൽ. അണ്ണാ DMKയുമായി സഖ്യമുണ്ടാക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തള്ളി വിജയിയുടെ പാർട്ടി. സഖ്യ ചർച്ച നടത്തിയെന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്നും മാധ്യമങ്ങളിലെ വ്യാജപ്രചരണം അവഗണിക്കണമെന്നും വാർത്താക്കുറിപ്പിലൂടെയാണ് വിജയി അറിയിച്ചത്. 80 നിയമസഭാ സീറ്റും ഉപമുഖ്യമന്ത്രി പദവിയും വേണമെന്ന് അണ്ണാ DMKയോട് TVK ആവശ്യപ്പെട്ടതായുള്ള മാധ്യമ വാർത്തകളോടാണ് വിജയിയുടെ ഈ പ്രതികരണം. ഒക്ടോബർ 27-നായിരുന്നു വിജയ് തന്റെ ആദ്യത്തെ പൊതുസമ്മേളനം നടത്തിയത്. തന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നയം പ്രഖ്യാപിച്ച വിജയ് DMKയെയും BJPയെയും രൂക്ഷമായി വിമർശിച്ചിരുന്നു. 2026-ലെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും വിജയ് പ്രഖ്യാപിച്ചിരുന്നു. TVKയ്ക്ക് മുഖ്യമായും 2 ശത്രുക്കളാണുള്ളതെന്നും അത് അഴിമതിയും അസമത്വവുമാണെന്നും വിജയ് പറഞ്ഞു. അഴിമതിക്കെതിരെ ശക്തമായ പോരാട്ടമുണ്ടാകുമെന്നും വിജയ് പറഞ്ഞിരുന്നു. എന്നാൽ AIADMKയെക്കുറിച്ച് വിമർശനങ്ങളൊന്നും നടത്തിയിരുന്നില്ല. ഇതോടെയാണ് TVK AIADMK സഖ്യത്തിന് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ കൂണുപോലെ പ്രചരിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ വാർത്തകൾ പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് TVK. അതേസമയം വിജയിയുടെ പാർട്ടിയെ വിമർശിക്കാത്ത നിലപാടായിരുന്നു AIADMK സ്വീകരിച്ചിരുന്നത്. ഇതും സഖ്യസാധ്യതയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയിരുന്നു. വിജയിയെ വിമർശിക്കരുതെന്ന നിർദ്ദേശം പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾക്ക് AIADMK നൽകിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ റിപ്പോർട്ടുകൾക്ക് ശേഷമാണ് വിജയ് തന്റെ നിലപാടുമായി രംഗത്ത് വന്നത്.